കടുത്ത വേനൽ തുടരുന്നതിനിടെ സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഒരാൾ കൂടി മരിച്ചു. 12കാരൻ ഉൾപ്പെടെ 2 പേർക്ക് സൂര്യാതപമേറ്റു. വർക്കല സ്വദേശി ഷൈനാണ് മരിച്ചത്. UV ഇൻഡെക്സ് ഉയരുകയും താപനില വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. അതേസമയം കൊടും ചൂടിന് ആശ്വാസമായി കൊല്ലത്ത് വൈകിട്ട് വേനൽ മഴയെത്തി. പുതുക്കിയ അലർട്ടുകൾ അനുസരിച്ച് മെയ് മാസത്തോടെ വേനൽ മഴ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. വേനൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അത്യാഹിതങ്ങളും തുടരുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ കടുത്ത വെയിലിൽ സൂര്യാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന ഷൈൻ മരണത്തിന് കീഴടങ്ങി. വർക്കല ഇടവ സ്വദേശിയാണ് ഷൈൻ. ഈ മാസം 18-ാം തീയതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ നൽകി വരവേ ഇന്ന് രാവിലെയോടെ മരണം സംഭവിച്ചു. വെൽഡിംഗ് തൊഴിലാളിയാണ് ഷൈൻ. കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ അബിൻ ജോസിനാണ് സൂര്യാതപമേറ്റത്. കുടിവെള്ള പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനിടെ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. അബിൻ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി. പാലക്കാട് പെരുവെമ്പിൽ 12 വയസ്സുകാരന് സൂര്യാതപമേറ്റു. തെക്കേപ്പനംകുറ്റിയിൽ ദീക്ഷിത് എസിനാണ് കഴുത്തിനു ചുറ്റും പൊള്ളലേറ്റത്. കഴിഞ്ഞയാഴ്ച പുറത്ത് കളിക്കാനിറങ്ങിയപ്പോൾ മുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സൂര്യാതപമേറ്റതാണ് എന്ന് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചെങ്കിലും ചൂടിന് വലിയ ശമനം വന്നിട്ടില്ല. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ഇന്നും യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ജില്ലകളിലെ താപനിലയിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ വേനൽ മഴയെ തുടർന്ന് നാളെ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ച യെല്ലോ അലർട്ട് പിൻവലിച്ചു. മെയ് മാസത്തോടെ സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മെയ് 1-ന് പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും മെയ് 2-ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.